Good afternoon. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? കോമ്പൻസേഷൻ മാനേജ്മെന്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്? ആണോ? ഓക്കെ, അപ്പൊ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണ്? ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ? കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കണം അല്ലെ? എംപ്ലോയീസ് അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മികച്ച നയങ്ങള്, പ്രോഗ്രാമുകള്, അതുപോലെ രീതികള് മുതലായവ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അത് സ്ഥാപിക്കുകയും അതവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ refers to the establishment and implementation of sound policies, programs and practices of employee compensation. എംപ്ലോയീസിന് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മികച്ച നയങ്ങളും പരിപാടികളും രീതികളും അവിടെ സ്ഥാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനത്തിലൂടെ compensating the employees for their work in a fair, equitable and logical manner. അതായത് അവർ ചെയ്യുന്ന തൊഴിലാളികൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് ചെയ്യുന്ന അവരുടെ വർക്ക് എത്രത്തോളമാണോ അവര് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് വളരെ ന്യായമായിട്ടുള്ള, തുല്യമായിട്ടുള്ള, ഒരു യുക്തിസഹമായിട്ടുള്ള രീതിയിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ചിട്ടയായ, ഒരു ശാസ്ത്രീയമായ ഒരു അപ്രോച്ച് കൂടിയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു? എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സൗണ്ട് പോളിസി, പ്രോഗ്രാം, പ്രാക്ടീസസ് മുതലായവ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ചിട്ടയായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ സമീപനമാണ്. ഓരോ എംപ്ലോയീസും എത്ര നന്നായി അവർ വർക്ക് ചെയ്യുന്നു, അവര് ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വളരെ ന്യായവും തുല്യവും അതുപോലെ തന്നെ യുക്തിസഹവുമായിട്ടുള്ള കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടയായ, ഒരു ശാസ്ത്രീയമായ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനമാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഇസ് കൺസേൺ വിത്ത് കോമ്പൻസേഷൻ ടു എംപ്ലോയി ഫോർ ദെയർ വർക്ക് ആൻഡ് കോൺട്രിബ്യൂഷൻ ഫോർ അറ്റൈനിങ് ഓർഗനൈസേഷണൽ ഗോൾ. അപ്പൊ എപ്പോഴും ഒരു തൊഴിലാളികൾക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കുന്നത് എപ്പോഴാണ്? അവര് ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ് അല്ലെ? നമ്മുടെ ജീവനക്കാർക്ക്, നമ്മുടെ കീഴിൽ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പണം കൊടുക്കുന്നത് എപ്പോഴാണ്? അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചാണ് അല്ലെ? അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോ അവർ എംപ്ലോയീസിന് കോമ്പൻസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പ്രതിഫലം നൽകുക എന്ന് പറയുന്നത് ആ എംപ്ലോയീസ് എത്ര നന്നായി വർക്ക് ചെയ്യും അതിനനുസരിച്ചാണ്. അതുപോലെ ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എത്രമാത്രം കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി നൽകി, അത്തരം കാര്യങ്ങളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഒരു എംപ്ലോയീസിന്റെയും
കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അല്ല അവരുടെ വർക്ക് ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം ഒരിക്കലും കൊടുക്കാറില്ല. അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള സംഭാവനകൾ അവർ നൽകുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് അവരുടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. Then obviously it is concerned with designing and implementing total compensation package. It also known as wage and salary administration or remuneration management. അപ്പൊ ഇത് ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? It is concerned with designing and implementing ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്. അതായത് മൊത്തത്തിലുള്ള ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് മൊത്തത്തിലുള്ള കോമ്പൻസേഷൻ, ടോട്ടൽ കോമ്പൻസേഷൻ ഒരു പാക്കേജ് ആണ് പ്രധാനമായിട്ടും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അതുപോലെ ഇതിനെ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്നും ഈ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ അറിയപ്പെടുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളൊരു ഡെഫിനിഷൻ പഠിച്ച് നോക്കിയിരുന്നു. അക്കോർഡിംഗ് ടു കാസിയോ 1995 കാസിയോന്റെ അഭിപ്രായത്തിൽ the compensation include direct cash payment and indirect payment in the form of employees benefit and incentive to motivate employees to strive for higher level of productivity. അപ്പൊ കാസിയോന്റെ അഭിപ്രായത്തില് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അതില് രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റ്, നമ്മൾ നേരിട്ട് പേയ്മെന്റുകൾ കൊടുക്കാറുണ്ട് അല്ലെ, നേരിട്ട് നമ്മൾ ശമ്പളമായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഇൻഡയറക്ട് പേയ്മെന്റുകൾ, എന്ത് രൂപത്തിലുള്ള ഇൻഡയറക്ട് പേയ്മെന്റ് എംപ്ലോയീസിന് കൊടുക്കാം? അവർക്ക് പല ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങള്, ഇൻസെന്റീവുകള് മുതലായ രൂപത്തിലുള്ള മറ്റ് ഇൻഡയറക്ട് പേയ്മെന്റുകളും ഈ രണ്ട് കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ശരിക്കും കോമ്പൻസേഷൻ എന്നാ പറയുന്നത്. ഒരിക്കലും കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്ന വേതനം, നമുക്ക് കിട്ടുന്ന ശമ്പളം മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് കോമ്പൻസേഷൻ. ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റും അതുപോലെ ഇൻഡയറക്ട് പേയ്മെന്റുകൾ, അതായത് ബെനിഫിറ്റ്സോ അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവോ അതെല്ലാം ഉൾപ്പെടുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനാണ് നമ്മൾ ഇത്രയും നല്ല ഡയറക്ട് പേയ്മെന്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട് പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്? ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു സ്ട്രൈവ് ഫോർ ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും അത്തരം നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപാദനക്ഷമത അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് അവർ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ നമ്മൾ ഇതിലൂടെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ നൽകി അവർക്ക് ആ ഒരു ഓർഗനൈസേഷന് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ അവർ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്യാഷ് പേയ്മെന്റുകൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സോ ഇൻസെന്റീവ് പോലെയുള്ള പേയ്മെന്റുകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് കോമ്പൻസേഷൻ എന്നാണ് കാസിയോ 1995 പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മള് കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ വരെയും ക്ലിയർ അല്ലേ? അവിടെ വരെയും ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Compensation management, also known as wage and salary administration, remuneration management or reward management. ഈ നാലെണ്ണവും കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ മറ്റ് പേരുകളാണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തിട്ട് കോമ്പൻസേഷൻ മാനേജ്മെന്റ് is also known as wage and salary administration എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. റെമ്യൂണറേഷൻ മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. റിവാർഡ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ 4 പേരുകളുണ്ട്: കോമ്പൻസേഷൻ മാനേജ്മെന്റ്, വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ്, റിവാർഡ് മാനേജ്മെന്റ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാട്ടോ. വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ്, റിവാർഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഈ 4 പേരുകളാണ് ഇതിന്റെ മറ്റു പേരുകളായിട്ട്, അല്ലെങ്കിൽ ഈ 3 പേരുകളാണ് പറയുന്നത്. is concerned with designing and implementing a total compensation package. അപ്പൊ ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള
കോമ്പൻസേഷൻ പാക്കേജിനെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്, ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ അവരുമായി എല്ലാവരുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള ഒരു കോമ്പൻസേഷൻ പാക്കേജ് ആണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഡിസൈൻ ചെയ്യുന്നതും അവിടെ നടപ്പിലാക്കുന്നത്. The traditional concept of wage and salary administration emphasized on only determination of wage and salary structures in organizational setting. അപ്പൊ നമ്മുടെ സാധാരണ നമ്മുടെ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ടേം അതിന് കൂടുതലും എംഫസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേജ് ആൻഡ് സാലറി എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായ ഒരു ആശയത്തില് അവർ കൂടുതലും ഊന്നൽ നൽകുന്നത് ഓൺലി ഡിറ്റർമിനേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി സ്ട്രക്ചേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്. ഒരു ഓർഗനൈസേഷണൽ സെറ്റിംഗില് ഓരോ എംപ്ലോയീസിന്റെയും വേതനവും അവരുടെ സാലറി, വേജ് ആൻഡ് സാലറി, അവരുടെ വേതനവും അവരുടെ ശമ്പളവും മുതലായ കാര്യങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു കോൺസെപ്റ്റിൽ അവർ നിർണയിച്ചുകൊണ്ടിരുന്നത്. However, over the passage of time, many more forms of compensation entered the business field, and which necessitated to take wage and salary administration in a comprehensive way with a suitable change in its nomenclature. അപ്പൊ ഇവിടെ ആ ഒരു പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഓവർ ദ പാസേജ് ഓഫ് ടൈം, കുറെ കാലക്രമേണ ഒരുപാട് മറ്റു രീതിയിലുള്ള കോമ്പൻസേഷൻ കാര്യങ്ങളും ഇതൊക്കെ ബിസിനസ് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ വേജ് സാലറി മാത്രമല്ല, അല്ലാതെയുള്ള മറ്റ് പ്രതിഫലങ്ങള്, മറ്റു രൂപത്തിലുള്ള പലതരത്തിലുള്ള ഇൻസെന്റീവ് ആവാം, മറ്റു ബെനിഫിറ്റുകളാവാം, അതെല്ലാം ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് എൻ്റർ ചെയ്യപ്പെട്ടപ്പോൾ to take a wage and salary administration, ആ ഒരു വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് കുറച്ചും കൂടി ഒരു സമഗ്രമായ വഴിയിലൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ച് ആ ഒരു പേരിൽ വരുത്തുകയും, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പേരാണ്, ആ ഒരു നാമകരണത്തിന് ചില സൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയും ചെയ്തു. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പേര് വേജ് ആൻഡ് സാലറി കോമ്പൻസേഷൻ എന്നായിരുന്നു, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്നായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തില് പുതിയ പുതിയ കോമ്പൻസേഷനുകൾ, പുതിയ രൂപത്തിലുള്ള കോമ്പൻസേഷൻസ് ബിസിനസ് മേഖലയിലേക്ക് എൻ്റർ ചെയ്ത് വന്നപ്പോ അവിടെ ആ ഒരു പേരില് അല്ലെങ്കിൽ ആ ഒരു നാമത്തില് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ്, മാറ്റങ്ങളൊക്കെ വളരെ സമഗ്രമായ രീതിയിൽ വരുത്തുകയും അതിലൂടെയാണ് പിന്നീട് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്നൊരു ടേമായിട്ട് അത് മാറുകയും ചെയ്തത്. അപ്പൊ കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ, റെമ്യൂണറേഷൻ മാനേജ്മെന്റ്, റിവാർഡ് മാനേജ്മെന്റ് എന്നുള്ളത്. അത് പ്രധാനമായിട്ടും ഇവിടെ ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജ്, മൊത്തത്തിലുള്ള അവിടെ എംപ്ലോയീസിന് കൊടുക്കുന്ന എല്ലാ പ്രതിഫലങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടോട്ടൽ കോമ്പൻസേഷൻ പാക്കേജുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരുന്നത് ആ ഒരു ഓർഗനൈസേഷണൽ സെറ്റിംഗിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസും സാലറി മുതലായ കാര്യങ്ങൾ മാത്രമായിരുന്നു അവിടെ നിർണയിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ many more forms of compensation entered the business field. അപ്പൊ ആ ബിസിനസ് മേഖലയിലേക്ക് കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട മറ്റ് രൂപങ്ങൾ എന്താണ്, മറ്റു പല കോമ്പൻസേഷൻസും എന്ത് ചെയ്തു, എൻ്റർ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ആ ഒരു വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പേരില് നല്ല സമഗ്രമായ രീതിയിൽ തന്നെ ആ ഒരു നാമകരണത്തിൽ സൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തി ഇപ്പൊ നമ്മൾ അതിനെ അറിയപ്പെടുന്നത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന പേരിലാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു കോൺസെപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യമാണ് കേട്ടോ പറയുന്നത്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? A good compensation is a must for every business organization as it gives an employee a reason to stick to the company. അപ്പൊ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനിലും ഒരു മികച്ച പ്രതിഫലം നൽകുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്, അല്ലെ? As it give an employee a reason to stick to the company. അപ്പൊ നല്ലൊരു കോമ്പൻസേഷൻ കിട്ടുമ്പോഴല്ലേ ആ കമ്പനിയിൽ നമ്മൾ അവിടുത്തെ എംപ്ലോയീസ് എന്ത് ചെയ്യുള്ളൂ? തുടരാനായിട്ടൊരു കാരണം അത് നൽകുന്നുണ്ടോ? നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യും, നമുക്ക് നല്ലൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകുമ്പോഴല്ലേ ആ സ്ഥാപനത്തിൽ നമുക്ക് തുടരാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് പോകും, അല്ലെ? ഇവിടെ എപ്പോഴും ഒരു നല്ലൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ നല്ലൊരു പ്രതിഫലം എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് എംപ്ലോയീസിനെ ആ ഒരു കമ്പനിയിൽ തന്നെ തുടരാൻ അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണമാകുന്നുണ്ട് ഈ ഒരു നല്ല പ്രതിഫലം നൽകുക എന്നുള്ളത്. ഇനി an organization gains from a structured compensation management in the following way. അപ്പൊ അവിടെ ഒരു ഓർഗനൈസേഷനിൽ വളരെ നല്ല രീതിയിൽ ഒരു ഘടനാപരമായിട്ടുള്ള നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ ആ ഓർഗനൈസേഷന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതാണ് നമ്മൾ താഴെ പറയുന്നത്. അതിനുള്ള വഴികളാണ്. അപ്പൊ നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷന് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതിനു വേണ്ടിയുള്ള ഫോളോയിങ് വേസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെയാണ് നമുക്ക് നേട്ടം ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് it try to give proper refund to the employees for their contribution to the organization. ഇവിടെ ഒന്നാമത്തെ കാര്യം, എംപ്ലോയിക്ക് ശരിയായ രീതിയിലുള്ള ഒരു റീഫണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതായത് അത് ട്രൈ ചെയ്യുന്നുണ്ട്. But their contribution to the organization, അവരുടെ ആ ഒരു ഓർഗനൈസേഷനിലുണ്ട് അവർ എന്തൊക്കെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവനകളാണോ ചെയ്തിരിക്കുന്നത് ആ സംഭാവനകൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ശരിയായിട്ടുള്ളൊരു റീഫണ്ട് ആ എംപ്ലോയിക്ക് നൽകാനും ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തത്, it discovers a positive control on the efficiency of employees and motivate them to perform better and achieve specific standard. അതുപോലെ തന്നെ അവിടെ എംപ്ലോയീസിന്റെ കാര്യക്ഷമതയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ഓർഗനൈസേഷന്റെ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നിലവാരങ്ങൾ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇപ്പൊ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു നല്ല കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിലൂടെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം, try to give a proper refund to the employees for their contribution to the organization. ആ ഓർഗനൈസേഷനിലേക്ക് അവർ എത്രത്തോളം നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവനകളാണോ നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് ശരിയായിട്ടുള്ള റീഫണ്ട് അവർക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ആ എംപ്ലോയീസിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമതയിൽ ഒരു പോസിറ്റീവായ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് അവിടെ അവരെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരങ്ങൾ അച്ചീവ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് പ്രചോദനം നൽകാനായിട്ട് സാധിക്കും. മൂന്നാമത്തത്, it creates a base for happiness and satisfaction of the workforce that limit the labor turnover and confers a stable organization. അതുപോലെ തന്നെ അവിടെ വർക്ക്ഫോഴ്സ് അല്ലെങ്കിൽ അവർ തൊഴിൽ സേനയ്ക്ക് ഒരു സന്തോഷവും അതുപോലെ ഒരു സംതൃപ്തിയൊക്കെ കൊടുക്കാനായിട്ട് അടിസ്ഥാനപരമായിട്ടൊരു ആ ഒരു വർക്ക്ഫോഴ്സിന്
ഒരു ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ഒക്കെ കൊടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലേബർ ടേൺ ഓവർ, അതായത് അവിടുത്തെ എംപ്ലോയീസ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിനെ അത് നമുക്ക് കുറയ്ക്കാനും ഒരു ഓർഗനൈസേഷൻ ഒരു സ്റ്റേബിൾ ആയിട്ട് സ്ഥിരതയുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് നിലനിർത്താനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് എൻഹാൻസസ് ദ ജോബ് evaluation process, which in turn help in setting up more realistic and achievable standard. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവാലുവേഷൻ പ്രക്രിയ അല്ലെങ്കിൽ വിലയിരുത്തൽ പ്രക്രിയ ചെയ്യാനായിട്ട് നമുക്ക് ഇത് പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതിലൂടെ which in turn help in setting up more realistic and achievable standard. അപ്പൊ അതിലൂടെ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അത് നമുക്ക് തിരികെ അല്ലെങ്കിൽ ആ ഒരു റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നല്ലൊരു നിലവാരമുള്ള ആ ഒരു നല്ല മാനദണ്ഡങ്ങളും നല്ല നിലവാരവും അവിടെ അച്ചീവ് ചെയ്യാനും ഉള്ള സെറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. Then it is designed to abide with the various Labor Act and this does not result in conflict between the employee union and the management. അതുപോലെ തന്നെ കോമ്പൻസേഷൻ നമ്മൾ പ്രതിഫലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചെയ്യുമ്പോൾ ലേബർ ആക്ടുകൾ, നമ്മൾ ഒരുപാട് ലേബർ ആക്ടുകളും കാര്യങ്ങളും ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആ ലേബർ ആക്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എംപ്ലോയി യൂണിയനുകളുമായി ബന്ധപ്പെട്ടോ മാനേജ്മെന്റുകൾക്കിടയിലോ യാതൊരുവിധ കോൺഫ്ലിക്റ്റുകളെയും തർക്കങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നില്ല. ദിസ് ക്രിയേറ്റ് എ പീസ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നല്ലൊരു പീസ്ഫുൾ, ഒരു സമാധാനപരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എംപ്ലോയറും എംപ്ലോയീസിന്റെയും ഇടയിൽ നമുക്ക് സൃഷ്ടിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടി പറഞ്ഞിട്ട് ബാക്കിക്ക് പോവാം. ഇറ്റ് ട്രൈ ടു ഗിവ് എ പ്രോപ്പർ റീഫണ്ട് ടു ദ എംപ്ലോയീസ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ഓർഗനൈസേഷൻ. അവരുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസ് എത്ര നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നു അതിനനുസരിച്ച് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീഫണ്ട് കൊടുക്കാൻ ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തത് ആ ഒരു എംപ്ലോയീസിന്റെ കാര്യക്ഷമതയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അവരെ നമ്മുടെ ആ ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ, നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തത് പറയുന്നത് അവിടെ വർക്ക് ഫോഴ്സിന് ഒരു ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൂടെ ആ ഒരു സ്ഥാപനത്തിലെ ലേബർ ടേൺ ഓവർ, തൊഴിലാളികൾ പിരിഞ്ഞു പോകുന്നതിനെ ലിമിറ്റ് ചെയ്യാനും ഒരു സ്റ്റേബിൾ ആയിട്ട് ഓർഗനൈസേഷൻ കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ജോബ് ചെയ്ത് അവിടെ എംപ്ലോയീസിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഇവാലുവേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ which in return help in setting up more realistic and achievable standards. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റാൻഡേർഡ്സും അച്ചീവ് ചെയ്തെടുക്കാനും റിയലിസ്റ്റിക് ആയിട്ട് അവിടെ പെർഫോം ചെയ്യാനും ഒക്കെ അതിലൂടെ സഹായകമാണ്. അതുപോലെ ഇത് പല ലേബർ ആക്ടുകളെയും അത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് ലേബർ ആക്ടുകൾ ഇവിടെ അബൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പാലിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എംപ്ലോയി യൂണിയനുകളും മാനേജ്മെന്റും തമ്മിൽ യാതൊരുവിധ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ തർക്കങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അവിടെ എംപ്ലോയീസും തമ്മിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. Okay, ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്. Next, it excites an environment of morale, efficiency and cooperation among the workers and ensure satisfaction to the workers. അതുപോലെ തന്നെ it excites an environment of morale. Morale എന്ന് പറഞ്ഞാൽ എന്താ, മനോവീര്യം അല്ലെ, നല്ല മനോവീര്യമുള്ള, നല്ല കാര്യക്ഷമതയുള്ള, നല്ലൊരു കോപ്പറേഷൻ അല്ലെങ്കിൽ നല്ലൊരു സഹകരണ മനോഭാവം അവിടെയുള്ള വർക്കേഴ്സിനിടയിൽ നമുക്ക് കൊണ്ടുവരാൻ, അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. And ensure satisfaction to the workers. അതിലൂടെ ആ വർക്കേഴ്സിന്റെ സംതൃപ്തിയും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. എന്താണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഇറ്റ് എക്സൈറ്റ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ മൊറൽ, അതായത് അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്ന, അവരുടെ കാര്യക്ഷമ വർദ്ധിപ്പിക്കുന്ന, അവരുടെ ആ ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം വർക്കേഴ്സിനിടയിൽ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതിലൂടെ അവരുടെ ആ വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനെയും സംതൃപ്തിയും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ we can say that
compensation management is required as it encourages the employee to perform better and show their excellence as well as provide growth and development option to the deserving employees. ഇവിടെ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് റിക്വയർഡ് ആസ് എന്തിനു വേണ്ടിയാണ് അത് ആവശ്യമായിട്ട് വരുന്നത്? ഇറ്റ് എൻകറേജസ് ഈ ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റിലൂടെ അത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? പ്രോത്സാഹിപ്പിക്കുന്നു, എൻകറേജ് ചെയ്യുന്നു to perform better. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ഈ പ്രകടനം, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷോ ദിയർ എക്സലൻസ്, അവരുടെ ആ ഒരു എന്താണ് ആ ഒരു മികവ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ ഒരു അവസരം അവർക്ക് നൽകുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെയും വളർച്ചയും വികസനവും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരം അവർക്ക് ഡിസർവിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇതിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എംപ്ലോയീസിനെ അത് എൻകറേജ് ചെയ്യുന്നു, അതിലൂടെ എംപ്ലോയീസ് വളരെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു, അവരുടെ ആ ഒരു മികവ് അവർക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ അവരുടെ വളർച്ച, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അവരുടെ വളർച്ചയും വികാസവും ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ അവസരങ്ങൾ നൽകുകയും അത്തരത്തിലുള്ള ഡിസർവിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ ഓഫ് മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ പ്രാധാന്യങ്ങൾ ഒന്ന് വേഗം വായിക്കാം കേട്ടാ. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഇത് നമുക്ക് ചോദിക്കാറുണ്ടേ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. കോമ്പൻസേഷൻ മാനേജ്മെന്റിന്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് പറയുന്നത് കേട്ടോ. കോമ്പൻസേഷൻ ഇസ് ദ റിവാർഡ് ഓർ റെമ്യൂണറേഷൻ പെയ്ഡ് ടു ദ എംപ്ലോയീസ് ഇൻ റിട്ടേൺ ഫോർ ദ സർവീസ് റെൻഡേർഡ്. അപ്പൊ ഇവിടെ നമ്മള് എപ്പോഴും ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് കൊടുക്കുന്ന റിവാർഡ് ഓർ റെമ്യൂണറേഷൻ ആണ് അല്ലെ. അപ്പൊ അവര് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സർവീസുകൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് വേണ്ടി ആ ഒരു ഓരോ എംപ്ലോയീസും നൽകുന്ന സേവനം, അവര് ചെയ്യുന്ന ജീവനക്കാർ ചെയ്യുന്ന ആ ഒരു സേവനത്തിന് പകരമായിട്ട് നമ്മൾ നൽകുന്ന ആ ഒരു പ്രതിഫലത്തെയാണ് നമ്മൾ ശരിക്കും കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Such compensation package include both monetary and non-monetary component. അപ്പോ ചില കോമ്പൻസേഷൻ പാക്കേജുകൾ എന്ന് പറയുന്നത് മോണിറ്ററി പണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, പണേതരമായിട്ടുള്ള അല്ലെ പണപരമല്ലാത്ത രീതിയിലുള്ള ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ റിവാർഡ് ഓർ റെമ്യൂണറേഷൻ paid to the employees in return for the service rendered.
ആ ജീവനക്കാർ നൽകുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരമായി നമ്മൾ ആ എംപ്ലോയീസിന് നൽകുന്ന പ്രതിഫലത്തെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇത്തരം കോമ്പൻസേഷൻ പാക്കേജുകളിൽ ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി കമ്പോണൻസ്, അതായത് എന്താണ് പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അല്ലാതെ പണപരമല്ലാത്ത മറ്റ് ഘടകങ്ങളും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങളാണ് കേട്ടോ പറയുന്നത്. വേജ് ആൻഡ് സാലറി, വേജ് ഓർ സാലറി. ഫസ്റ്റ് വൺ ആണ് വേജ് ഓർ സാലറി. സെക്കൻഡ് വൺ ആണ് ഡിയർനെസ് ആൻഡ് അതർ അലവൻസസ്. തേർഡ് വൺ ആണ് ഇൻസെന്റീവ്സ്. ഫോർത്ത് വൺ ആണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ് പെർക്വിസിറ്റ്സ്. അപ്പൊ അതില് ഓരോ ഘടകങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ ആണ് വേജ് ഓർ സാലറി. വേജ് ഓർ സാലറി എന്ന് പറഞ്ഞാല് വേജ് എന്താണ്, ആദ്യം വേജിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. The term wage refers to the remuneration paid to the workers appointed on hourly, daily or weekly basis in return for the services rendered. അപ്പൊ ഇവിടെ വേജ് അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് the term wage refers to the remuneration paid to the workers. ജീവനക്കാർക്ക് നമ്മുടെ പ്രതിഫലം നൽകുകയാണ്. അപ്പോയിന്റഡ്, ചിലപ്പോ അവർലി ബേസിൽ അപ്പോയിന്റ് ചെയ്തവരാവാം, ഡെയിലി ബേസിലാവാം, അല്ലെങ്കിൽ വീക്ക്ലി. കേട്ടിട്ടില്ലേ ദിവസ വേതനക്കാര്, അല്ലെങ്കിൽ മണിക്കൂറുമായി ബന്ധപ്പെട്ട് വേതനം ചെയ്യുന്ന ആളുകള് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ലേ? അവർലി ബേസ്ഡ് ആവാം, അവർ ഡെയിലി ആവാം, അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിൽ അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരമായി ആ വർക്കേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തെയാണ് വേജ് എന്ന് പറയുന്നത്. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. ആ ഒരു ജോലിയുടെ ശാരീരികമായിട്ടുള്ള ആവശ്യകതകള്, മാനസികമായിട്ടുള്ള ആവശ്യകതകള് മുതലായവയുടെ അടിസ്ഥാനത്തിൽ ഈ വേജസില് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വേജ് മേ ബി മിനിമം വേജ്, ഫെയർ വേജ് ആൻഡ് ലിവിംഗ് വേജ്. അപ്പോ ഈ വേജ് എന്ന് പറയുന്നത് മിനിമം വേജ് ആവാം, ഫെയർ വേജ് ആവാം, അല്ലെങ്കിൽ ലിവിംഗ് വേജും ആവാം. അതെന്താണ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ ആണ് വേജ് എന്ന് പറയുന്നത്. വേജ് എന്ന് പറഞ്ഞാൽ the term wage refers to the remuneration paid to the workers appointed on hourly, daily or weekly basis in return to the service rendered. അവരെ ഒന്നില്ലെങ്കിൽ അവർലിയോ ഡെയിലിയോ വീക്ക്ലിയോ അടിസ്ഥാനമാക്കി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന എംപ്ലോയീസ് ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരമായി നമ്മൾ നൽകുന്ന പ്രതിഫലത്തെയാണ് വേജ് എന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് അവിടുത്തെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ മെന്റൽ റിക്വയർമെന്റ്സിനനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ വേജ് എന്ന് പറയുന്നത് മൂന്നായിട്ട് തിരിക്കുന്നു: മിനിമം വേജ്, ഫെയർ വേജ്, ലിവിംഗ് വേജ്. ഇനി അതില് മിനിമം വേജ് എന്താണെന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ is this that wage which is sufficient to meet the basic need of a worker and his family. എന്താണ് ഒരു മിനിമം വേജ്? മിനിമം വേതനം, മിനിമം വേതനം എന്ന് പറഞ്ഞാൽ എന്താ? It is that wage which is sufficient to meet the basic needs of a worker and his family. ഒരു വർക്കറിന്റെ അല്ലെ, ജീവനക്കാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള വേതനത്തെയാണ് നമ്മൾ മിനിമം വേജ് എന്ന് പറയുന്നത്. അവിടെ തൊഴിലാളികളുടെയും അവരുടെ ഫാമിലിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന ആവശ്യകതകൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള വേതനത്തെയാണ് നമ്മൾ minimum wage എന്ന് പറയുന്നത്. This minimum wage has to be paid to the worker irrespective of the capacity of the industry to pay. ഇവിടെ ഈ ഒരു മിനിമം വേതനം അവർക്ക് കൊടുക്കുന്നത് paid to the worker. അവിടെ നമുക്ക് ഈ വർക്കേഴ്സിന് ആ ഒരു പ്രതിഫലം നൽകുന്നുണ്ട്, ആ ഒരു മിനിമം വേതനം നൽകുന്നുണ്ട്. That is irrespective of the capacity of the industry to pay. അത് ഒരിക്കലും ആ ഒരു ഇൻഡസ്ട്രിക്ക് ആ ഒരു വേതനം നൽകാനുള്ള കഴിവുണ്ടോ ശേഷിയുണ്ടോ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാ വർക്കേഴ്സിനും ഈ ഒരു മിനിമം വേതനം, അവരുടെ ജോലിക്ക് അനുസൃതമായ ഒരു മിനിമം വേതനം നൽകിയിരിക്കണം. The Committee on Fair Wage has defined minimum wage as the wage must provide not only for the bare sustenance of life but for the preservation of the efficiency of the workers,
നോക്കിയേ, ദ കമ്മിറ്റി ഓൺ ഫെയർ വേജുമായി ബന്ധപ്പെട്ട കമ്മിറ്റി പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവർ ആ ഒരു കമ്മിറ്റി നിർവചിച്ചതനുസരിച്ച് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ദ വേജ് മസ്റ്റ് പ്രൊവൈഡ് നോട്ട് ഓൺലി ഫോർ ദ ബെയർ സസ്റ്റനൻസ് ഓഫ് ലൈഫ്. അതായത് ഈ ഒരു വേതനം എന്ന് പറയുന്നത് ഒരു വേതനം ഒരിക്കലും ഒരു എന്താണ് നോട്ട് ഓൺലി ഫോർ എന്നാണ് പറയുന്നത് അല്ലെ, ഒരിക്കലും അത് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിന്റെ നിലനിൽപ്പിന് മാത്രം അല്ല, അല്ലെങ്കിൽ അവരുടെ ജീവന്റെ നിലനിൽപ്പിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, മാത്രമല്ല, ബട്ട് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദ വർക്കേഴ്സ്. അത് മാത്രമല്ല, തൊഴിലാളികളുടെ ആ ഒരു കാര്യക്ഷമത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും കൂടി ഈ ഒരു വേതനം അത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഫോർ ദിസ് പർപ്പസ് മിനിമം വേജ് മസ്റ്റ് പ്രൊവൈഡ് സം മെഷേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്വിപ്മെന്റ് ആൻഡ് അമെനിറ്റീസ്. ഈ ഒരു മിനിമം വേജസില് അവരുടെ ചില മെഡിക്കൽ എഡ്യൂക്കേഷൻസുമായി മെഷർ ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, മെഡിക്കൽ ആവശ്യകതകള്, മറ്റ് സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതിൽ മെഷർ കൂടിയാണ്. അപ്പൊ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമുള്ളൂ, നമ്മുടെ ഓരോ വർക്കേഴ്സിനും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാനായിട്ട് പ്രാപ്തമായിട്ടുള്ള വേതനത്തെയാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. ഇത് ആ ഒരു ഇൻഡസ്ട്രിക്ക്, അതായത് നമ്മൾ തൊഴിൽ ചെയ്യുന്ന ആ ഒരു വ്യവസായത്തിന് അത് ആ ഒരു വേതനം പേയ്മെന്റ് ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ടു പേ. എപ്പോഴും ഈ ഒരു മിനിമം വേതനം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനും നൽകിയിരിക്കണം. അതൊരിക്കലും ആ ഒരു വേതനം ആ ഒരു ഇൻഡസ്ട്രിക്ക് നൽകാൻ ശേഷിയുണ്ടോ കഴിവുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ആ ഒരു വേതനം നൽകുന്നത്. അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു കമ്മിറ്റി ഓൺ ഫെയർ വേജുമായി ബന്ധപ്പെട്ട കമ്മിറ്റി പറയുന്നത് മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ദ വേജ് മസ്റ്റ് പ്രൊവൈഡ് നോട്ട് ഓൺലി ഫോർ ദ ബെയർ സസ്റ്റനൻസ് ഓഫ് ലൈഫ് ബട്ട് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദ വർക്കേഴ്സ്. ഇവിടെ ഈ ഒരു മിനിമം വേജ് എന്ന് പറയുന്നത് ഒരിക്കലും നോട്ട് ഓൺലി ഫോർ ദ ബെയർ സസ്റ്റനൻസ് ഓഫ് ലൈഫ് എന്നാണ്, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല ഒരു വേതനം എന്ന് പറയുന്നത്, ബട്ട് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ എഫിഷ്യൻസി ഓഫ് ദ വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആ ഒരു കാര്യക്ഷമത നിലനിർത്തുന്നതിന് കൂടി വേണ്ടിയിട്ടായിരിക്കണം. ഫോർ ദിസ് പർപ്പസ്, ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി മിനിമം വേജസില് അവിടെ എന്തൊക്കെ മെഷേഴ്സ് ഉൾപ്പെടുന്നുണ്ട്? എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിക്വയർമെന്റ്, അമ്യൂണിറ്റീസ്, മറ്റു സൗകര്യങ്ങൾ മുതലായവയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. ഇനി ഫെയർ വേജ്. ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു കമ്മിറ്റി ഓൺ ഫെയർ വേജ്, fair wage is the wage which is above the minimum wage but below the living wage. അപ്പൊ 3 വേജസ് ആണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിനാണോ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ അതില് ഓൾറെഡി നമ്മള് മിനിമം വേജ് എന്താണെന്ന് പഠിച്ചു. ഇനി ഫെയർ വേജ് എന്ന് പറഞ്ഞാല് ഫെയർ വേജുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ അഭിപ്രായത്തില് ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എബോവ് ദ മിനിമം വേജ്, മിനിമം വേതനത്തിന് മുകളിലായിരിക്കും, എന്നാണ് ലിവിംഗ് വേജിന് താഴെയും ആയിരിക്കും. ഇറ്റ് ഈസ് ഫിക്സഡ് ബിറ്റ്വീൻ ദ, ഇതിന്റെ ഇടയിലായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മിനിമം വേജിനും ആൻഡ് ദ കപ്പാസിറ്റി ടു പേ ബൈ ദ ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിക്ക് എത്രത്തോളം എത്ര വേതനം പേ ചെയ്യാനായിട്ട് എത്ര ശേഷിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പേയ്മെന്റ് നൽകാനുള്ള ശേഷി എത്രത്തോളം ഉണ്ട് എന്നതിന്റെയും മിനിമം വേജിന്റെയും ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുക. ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫെയർ വേജ്, ഫെയർ വേജിന്റെ ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ താഴ്ന്ന ആ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ പരിധി എന്ന് പറയുന്നത് മിനിമം വേജും അതിന്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഉയർന്ന പരിധി എന്ന് പറയുന്നത് ഈ സെറ്റ് ബൈ ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ടു പേ. ആ പേയ്മെന്റ് കൊടുക്കുന്ന വ്യവസായത്തിന്റെ ശേഷിക്ക് അനുസൃതമായിട്ടുമായിരിക്കും അപ്പർ ലിമിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പൊ ഫെയർ വേജുമായി ബന്ധപ്പെട്ട മറ്റു ഫാക്ടേഴ്സ് ആണ് താഴെ പറയുന്നത്. അപ്പൊ ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ഫെയർ വേജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായത്തില് ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു മിനിമം വേജിന് മുകളിലുമാണ്, ലിവിംഗ് വേജിന് താഴെയുമായിരിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിനും ഇടയിലായിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഫിക്സഡ്, അത് എവിടെയാണ് ഫിക്സ് ചെയ്തത്? മിനിമം വേജിനും കൂടുതൽ ഉണ്ടാവും. എന്നാൽ അടുത്ത അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ്ട്രി, അവർ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി, പേയ്മെന്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻഡസ്ട്രിയുടെ ശേഷി എത്രത്തോളം ഉണ്ടോ അതിനനുസൃതമായിട്ട് ഈ മിനിമം വേജിന്റെയും ദ കപ്പാസിറ്റി ടു പേ ബൈ ദ ഇൻഡസ്ട്രിയുടെയും ഇടയിലായിട്ടായിരിക്കും ഈ ഒരു ഫെയർ വേജ് ഫിക്സ് ചെയ്യുക.
അപ്പൊ അതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം വേജും അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇൻഡസ്ട്രി പേ ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റിയെയും ശേഷിക്ക് അനുസൃതമായിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. Then fair wage depends on several factors. ഈ ഒരു ഫെയർ വേജിനെ പല കാര്യങ്ങളും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സെവറൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. ഒന്നാമത്തത് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, തൊഴിലാളികളുടെ ആ ഒരു അധ്വാനം അല്ലെങ്കിൽ അവരുടെ ഉത്പാദനക്ഷമത നോക്കും. രണ്ടാമത്തത് റേറ്റ് ഓഫ് വേജ് ഇൻ ദ സെയിം ഓർ നെയ്ബറിംഗ് ലൊക്കാലിറ്റി, അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തോ അവിടെ നിലവിലുള്ള മറ്റ് വേതന നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കും. അതുപോലെ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ നമ്മുടെ ദേശീയ വരുമാനം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ നിലവാരവും അതിന്റെ ആ ഒരു വിതരണവും എങ്ങനെയാണ്. അതുപോലെ ദ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി, നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഒരു വ്യവസായത്തിന് സ്ഥാനം എവിടെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ച്, ഇത്തരം ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫെയർ വേജ് എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫെയർ വേജുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലേബർ, ആ ഒരു തൊഴിലാളി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉത്പാദനക്ഷമത അല്ലെങ്കിൽ അധ്വാനം എത്രത്തോളം ഉണ്ട് എന്ന് നോക്കും. രണ്ടാമത്തേത് ദ പ്രിവെയിലിംഗ് റേറ്റ്സ് ഓഫ് വേജ് ഇൻ ദ സെയിം ഓർ നെയ്ബറിംഗ് ലൊക്കാലിറ്റി, അതായത് അവരെ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ അവിടെ നിലവിലുള്ള വേതന നിരക്കുകൾ എത്രയാണെന്ന് നോക്കും. മൂന്നാമത്തത് ലെവൽ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിന്റെ നിലവാരവും അതിന്റെ വിതരണവും എങ്ങനെയാണെന്ന് നോക്കും. നാലാമത്തത് പ്ലേസ് ഓഫ് ഇൻഡസ്ട്രി ഇൻ ദ എക്കണോമി ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കും. ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഒരു എംപ്ലോയിയുടെ ഫെയർ വേജ് നമ്മൾ തീരുമാനിക്കുക, ഫിക്സ് ചെയ്യുക. ഫെയർ വേജ് is determined on the basis of capacity of the industry to pay and region in which industry is located. ഏറ്റവും പ്രധാനമായിട്ട് അവർ നോക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രിക്ക് അവർക്ക് തിരികെ ആ ഒരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം കൊടുക്കാനായിട്ട്, ആ ഒരു പേയ്മെന്റ് കൊടുക്കാനായിട്ട് എത്രത്തോളം ശേഷിയുണ്ട്. അതുപോലെ ആ ഒരു ഇൻഡസ്ട്രി ഏത് റീജിയനിൽ ഏത് പ്രദേശത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആ പ്രദേശത്തെ ആ ഒരു മിനിമം ആയിട്ടുള്ള വേതനവും വേതന നിരക്കും കാര്യങ്ങളൊക്കെ, നിലവിലുള്ള വേതന നിരക്കും കാര്യങ്ങളൊക്കെ എത്രയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫെയർ വേജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് വേഗം വായിച്ചു നോക്കി, മിനിമം വേജും ഫെയർ വേജും. അപ്പൊ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് അവരുടെ ഫാമിലിക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായിട്ടുള്ള വേതനമാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും എല്ലാ എംപ്ലോയീസിനും ആ ഒരു ഇൻഡസ്ട്രിക്ക് അത് കൊടുക്കാൻ കഴിവുണ്ടോ ഇല്ലയോ അതൊന്നും നോക്കണ്ട, മിനിമം വേതനം കൊടുത്തിരിക്കണം. എന്നാൽ ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫെയർ വേജ് അവിടുത്തെ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മിനിമം വേജിനേക്കാൾ കൂടുതലാണ്, അതേസമയം ലിവിംഗ് വേജിനേക്കാൾ താഴെയാണ്. ഇതിനിടയിലായിരിക്കും നമ്മൾ അത് ഫിക്സ് ചെയ്യുക. അത് എപ്പോഴും ആ എംപ്ലോയീസ് എത്ര ഉത്പാദനക്ഷമതയോടുകൂടി പ്രൊഡക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യുന്നു അത് നോക്കും. അതുപോലെ അവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാനത്തുള്ള ഈ സ്ഥലത്തുള്ള മറ്റ് നിലവിലുള്ള വേതന നിരക്കുകൾ എന്താന്ന് നോക്കും. നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ നിലവാരം, അതുമായി ബന്ധപ്പെട്ട വിതരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും. അതുപോലെ ഏത് ഇൻഡസ്ട്രി, ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഏതാണ്, അതിൽ നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഇൻഡസ്ട്രിക്ക് എത്രത്തോളം പങ്കുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് ഇവർക്ക് ഇതിൽ കൂടുതൽ വേതനം നൽകാൻ സാധിക്കുമോ, അതിനുള്ള ശേഷിയുണ്ടോ, ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ എത്രയാണ് മിനിമം ആ ഒരു വേതന നിരക്ക് എത്രയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഫെയർ വേജ് ചെയ്യുന്നത്. മിനിമം വേജ് അങ്ങനെയില്ല, അത് എന്തായാലും നിർബന്ധമായിട്ടും അവരുടെ എല്ലാ വർക്കേഴ്സിനും അവരുടെ അടിസ്ഥാന ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കണം എന്നതാണ് മിനിമം വേജ്. അപ്പൊ അവരുടെ ജീവിത ചെലവുകൾ അല്ലെങ്കിൽ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല, അവരുടെ കാര്യക്ഷമത കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മിനിമം വേജ് കൊടുക്കുന്നത്. അതിൽ അവരുടെ ഒരുപാട് അടിസ്ഥാനപരമായ എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിക്വയർമെന്റ്, മറ്റ് സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി, മിനിമം വേജും ഫെയർ വേജും.
വെച്ച് കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ തേർഡ് വൺ ആണ് ലിവിംഗ് വേജ്. ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേജ് ദാറ്റ് പ്രൊവൈഡ് സം ഓഫ് ദ കംഫർട്ട് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ചില സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന വേതനമാണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന വേജ് അല്ലെങ്കിൽ വേതനമാണ് നമ്മുടെ ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. It provides certain amenities considered necessary for the well-being of the workers. ഇവിടെ നമുക്ക് ആവശ്യമായി വരുന്ന വർക്കേഴ്സിന്റെ ക്ഷേമത്തിന് ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ ആവശ്യമാണെന്ന് പരിഗണിക്കപ്പെടുന്ന ചില സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു വേതനത്തിലൂടെ കിട്ടുന്നുണ്ട്. അക്കോർഡിംഗ് ടു ഫെയർ വേജ് കമ്മിറ്റി പറയുന്നത് പ്രകാരം the living wage should enable the male earner to provide for himself and his family not merely the bare essentials of food, clothing and shelter, but also a measure of frugal, using only as much money or food as is necessary, comfort including education for children, protection against ill health, requirement of essential social needs, and measure of insurance against the more important misfortune including old age. ഇവിടെ ലിവിംഗ് ഏജ് എന്ന് പറയുമ്പോൾ, ലിവിംഗ് വേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് കുറച്ച് സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന വേതനമാണ് ഈ ഒരു ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായി നമ്മുടെ വർക്കേഴ്സിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന രീതിയിൽ അതിന് അത്യാവശ്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന ചില സൗകര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതായത് ഫെയർ വേജ് കമ്മിറ്റി പറയുന്നത് പ്രകാരം ഒരു ലിവിംഗ് വേജ് എന്ന് പറയുന്നത് ഒരു മെയിൽ ആണ്, അതായത് ഒരു പുരുഷ പണം സമ്പാദിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അവരുടെ ഫാമിലിക്കും അവർക്കും ഒരിക്കലും എസെൻഷ്യൽ ആയിട്ട് വളരെ അനിവാര്യമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളാണ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ മുതലായിട്ടുള്ളവ അല്ലെ. സോ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മാത്രമല്ല ഇതിലൂടെ ചെയ്യാൻ പറ്റുക, മറിച്ച് അവർക്ക് പണവും ഫുഡും ഒക്കെ ആവശ്യത്തിന് മാത്രം ചിലവാക്കി അത് കൂടാതെ അവരുടെ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ മുതലായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല ഒരു ലിവിംഗ് വേജിലൂടെ അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അത് കൂടാതെ എ കംഫർട്ട് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്കുള്ള പഠനങ്ങൾ കിട്ടും, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഇൽ ഹെൽത്ത്, എന്താണ് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് അവരുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാമൂഹ്യ ആവശ്യകതകൾ അവിടെ നിറവേറ്റപ്പെടുന്നുണ്ട്. അതുപോലെ ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മിസ്ഫോർച്യൂൺസ്, ഇപ്പൊ പലതരത്തിലുള്ള ഓൾഡ് ഏജ് ആവുക, അത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു ഇൻഷുറൻസ് കവറേജ് മുതലായവയും അവർക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലിവിംഗ് വേജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു കുറച്ചുകൂടി ഉയർന്ന നല്ല രീതിയിലുള്ള സുഖ സൗകര്യം പ്രദാനം ചെയ്യുന്ന ഒരു വേതനമാണ്. അതൊരു മിനിമം റേഞ്ച് അല്ല. അവിടെ എപ്പോഴും ആ വർക്കേഴ്സിന് ക്ഷേമം പ്രദാനം ചെയ്യുന്ന അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ പരിഗണിക്കുന്ന രീതിയിലുള്ള വേതനമാണ്. അവിടെ ഒരിക്കലും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫുഡോ ക്ലോത്തിങ്ങോ ഷെൽട്ടറോ മാത്രമല്ല ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അത് കൂടാതെ അവർക്ക് കിട്ടുന്നുണ്ട് എഡ്യൂക്കേഷൻ, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, പ്രൊട്ടക്ഷൻ, അവരുടെ ആ ഒരു അസുഖങ്ങൾക്കുള്ള ആ ഒരു അനാരോഗ്യവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ എസെൻഷ്യൽ സോഷ്യൽ നീഡ്സുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ നിറവേറ്റുന്നുണ്ട്. ഇൻഷുറൻസുമായി ഓൾഡ് ഏജ് മുതലായവയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇതിലൂടെ നല്ലൊരു ആശ്വാസം നൽകാനും ഇതിലൂടെ ആ ഒരു എംപ്ലോയറിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ്? ലിവിംഗ് വേജ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയ ലിവിംഗ് വേജ് എന്താണെന്നുള്ളത്.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയാലോ. നെക്സ്റ്റ് വൺ ആണ് സാലറി. അപ്പൊ നമ്മൾ വേജസിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് സാലറി ആണ് കേട്ടോ. സാലറി, the term salary refers to remuneration paid to the employees appointed on monthly or annual basis in return for the service rendered. അപ്പൊ വേതനം അല്ലെങ്കിൽ വേജ് നമ്മൾ എന്താ പറഞ്ഞത്? എംപ്ലോയീസ് എങ്ങനെ അപ്പോയിന്റ് ചെയ്ത എംപ്ലോയീസുമായി ബന്ധപ്പെട്ട റെമ്യൂണറേഷൻ ആണ് പറഞ്ഞത്. വേജ് അത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വേജ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ എങ്ങനെ എംപ്ലോയീസ് അപ്പോയിന്റഡ് ഓൺ എന്താ പറഞ്ഞത്? ആക്ച്വലി എങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത എംപ്ലോയീസ് ആണ്, അവർക്ക് കൂടെ എങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്ത എംപ്ലോയീസിന്റെ റിമ്യൂണറേഷനിൽ ഈ പ്രതിഫലമാണ് വേജ് എന്നാ പറഞ്ഞേ. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? എംപ്ലോയീസ് അപ്പോയിന്റഡ് ഓൺ അവർലി, ഡെയിലി ഓർ വീക്ക്ലി അല്ലെ? അവർലി, ഡെയിലി ഓർ വീക്ക്ലി അവർക്കുള്ള പ്രതിഫലമാണ് നമ്മുടെ വേജ് എന്ന് പറഞ്ഞത്. എന്നാൽ സാലറി എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് അപ്പോയിന്റഡ് ഓൺ മന്ത്ലി ഓർ ആനുവൽ ബേസിസ് കേട്ടോ. വാർഷികാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതിമാസ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മാസത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു വർഷത്തിന് ആനുവൽ ബേസിസിൽ കേട്ടോ, ഒരു വാർഷികാടിസ്ഥാനത്തിലോ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ പ്രതിഫലമാണ്. അപ്പൊ അവര് ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരമായി നമ്മൾ കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് സാലറി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വേജും സാലറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. വേജ് എന്ന് പറഞ്ഞാൽ വേതനവും സാലറി എന്ന് പറയുന്നത് ശമ്പളവുമാണ്. വേജ് എന്ന് പറയുമ്പോൾ അവർലി, ഡെയിലി ഓർ വീക്ക്ലി അപ്പോയിന്റ്മെന്റ് ചെയ്ത എംപ്ലോയീസിന് ഇവർ നൽകുന്ന സർവീസുകൾക്ക് നമ്മൾ പകരം നൽകുന്ന വേതനമാണ് വേജ്. സാലറി എന്ന് പറയുമ്പോൾ പ്രതിമാസമോ വാർഷിക അടിസ്ഥാനത്തിലോ അപ്പോയിന്റ്മെന്റ് ചെയ്ത എംപ്ലോയീസിന് നമ്മൾ നൽകുന്ന, അവർ നൽകിയ സേവനങ്ങൾക്ക് പകരമായി നമുക്ക് നൽകുന്ന വേതനത്തെ അല്ലെങ്കിൽ നമ്മൾ പകരമായി നൽകുന്ന പ്രതിഫലത്തെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത്. വ്യത്യാസമുണ്ട് കേട്ടോ, ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ, മാറിപ്പോവും അല്ലെങ്കിൽ. Thus, it refers to monthly rate of pay irrespective of the number of hours put in by employee. അപ്പൊ ഇവിടെ നമ്മൾ അവർ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നല്ല നോക്കുന്നത്. ഒരു മാസം നമ്മൾ ഫിക്സഡ് ആയിട്ടാണ് സാലറി വയ്ക്കാം അല്ലെ? എല്ലാവർക്കും ഒരു മാസം ഫിക്സഡ് സാലറി അല്ലേ? ആണോ? ശമ്പളം ഒരു മാസം ഫിക്സഡ് സാലറി അല്ലേ? മാസത്തിന്റെ അടിസ്ഥാനത്തിലാവുമ്പോ അല്ലേ? അവിടെ അവർ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണോ കൊടുക്കുന്നേ? അല്ല, അവിടെ അതിന് പ്രാധാന്യമില്ല അല്ലെ? നമ്പർ ഓഫ് അവേഴ്സ് പുട്ട് ബൈ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് അവേഴ്സ് എന്നാണ്. അവിടെ ആ ഒരു നമ്പർ ഓഫ് അവേഴ്സ് എത്ര അവര് പണിയെടുത്തു അല്ലെങ്കിൽ അത് ജോലി ചെയ്തു എന്നല്ല നമ്മൾ നോക്കുന്നത്. ഒരു മാസത്തിൽ അവർ എത്ര ദിവസം അല്ലെങ്കിൽ ഒരു മാസം അവർക്ക് എത്രയാണ് ഫിക്സഡ് സാലറി, അതിനനുസരിച്ച് ആ ഒരു മന്ത്ലി റേറ്റ് ആണ് നമ്മളിവിടെ സാലറിയുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ക്ലിയർ ആണോ? സാലറി എന്താന്നുള്ളത്. വേജും സാലറിയും തമ്മിൽ വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം കേട്ടോ, പക്ഷെ അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. രണ്ടിന്റെയും സെന്റൻസ് ഒരുപോലെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കത് മാറിപ്പോകരുത് കേട്ടോ. സാലറി എന്ന് പറയുമ്പോൾ മന്ത്ലി ഓർ ആനുവൽ ബേസിസ് നോക്കാം. വേജ് എന്ന് പറയുമ്പോൾ അവർലി, വീക്ക്ലി ഓർ ഡെയിലി, ആ ഒരു 3 ടേം ഓർത്ത് വെക്കാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് അപ്പൊ സാലറി വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അവിടെ വരെ ഒന്ന് വായിച്ചു വരാം കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.